മുക്തറാണ്. അങ്ങനെ വീണ്ടും നിങ്ങളെ അനസ്കാൻ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അനസ്ക ഞങ്ങളെ കാണാനിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഓഫർ ഉണ്ടാവും. ഈ പ്രാവശ്യത്തെ നോമ്പാണ്, പക്ഷെ ഇൻട്രോ മാത്രമായിരിക്കും മോനെ ഉഷാറുണ്ടാവുക. നോമ്പായതുകൊണ്ട് ഉഷാറുണ്ടാവില്ല. പക്ഷെ ഓഫറിന് യാതൊരുവിധ ക്ഷാമവും ഉണ്ടാവില്ല. നല്ലൊരു ഓഫർ ഇതാ നിങ്ങൾ കാണാൻ പോകുന്നത് 2013 ആൾട്ടോ ഇങ്ങനെ തരാൻ പോകുന്നത് വെറും 1,30,000 രൂപയ്ക്ക്. ഞാൻ അതേപോലെ കിടക്കുന്നതാ ഇവിടെ ഇയോൻ കിടക്കുന്നതാ 1,20,000, 1,30,000, 1,35,000 രൂപ. ആ ഒരു റേഞ്ചിലാണ് ഫുള്ള് ഇയോൻ കിടക്കുന്നത്. ഇനി അതേപോലെ തന്നെ കിഡ് നോക്കുകയാണെങ്കിൽ 2016 കിഡ് ഇങ്ങനെ തരാൻ പോകുന്നത് 1,50,000 രൂപയ്ക്ക് അല്ലേ. ഇനി അതേപോലെ തന്നെ ഡാറ്റ്സന്റെ ഗോ വരുന്നുണ്ട്, AC ഉള്ള വണ്ടി. 2014 എത്ര റേറ്റ് വരുന്നത്? 2014 5 സീറ്റ് വണ്ടി 1,25,000 രൂപ. 1,25,000 രൂപയ്ക്ക് 2014 തരാൻ പോകുന്നത്. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് ഓഫർ ജെന്ന് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ 30,000 രൂപ ജെന്ന് വരുന്നുണ്ട്. ആൾട്ടോ എണ്ണൂർ പഠിക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ഒരു 30,000 രൂപ ആൾട്ടോ എണ്ണൂർ വരുന്നുണ്ട്. ഫിയസ്റ്റ നോക്കുകയാണെങ്കിൽ 2014 ഒരു 80,000 രൂപയ്ക്ക് വരുന്നുണ്ട്. ഫുൾ ഓൺ ഓഫറാണ്. ഞാൻ അതേപോലെ തന്നെ ഉള്ളോട്ട് കയറി കഴിഞ്ഞാലോ 2018 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും 2 വർഷത്തെ വാറന്റി കൊടുക്കും. പിന്നെ 10,000 രൂപന്റെ കാർ എടുക്കുകയാണെങ്കിലും 1 ഇയർ റോഡ് അസിസ്റ്റന്റ് ഫ്രീ ആയിട്ട് കൊടുക്കും. ഞാൻ ലേറ്റ് ആയത് വേറെ ഒന്നല്ല, ഓഫർ ഉണ്ടോ ഞാൻ ഇങ്ങോട്ട് വരും, ഓഫർ ഇല്ലേ ഞാൻ വരൂല. ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച് റമദാൻ സ്പെഷ്യൽ ഓഫറാണ്, ഫുള്ള് വിറ്റഴിക്കലാണ്. കഴിഞ്ഞിട്ടില്ല. 2018 വാഗ്നർ ഇങ്ങനെ തരാൻ പോകുന്നത് എത്ര? 3,20,000 രൂപ. 3,20,000 രൂപയ്ക്ക് അല്ലേ? 3,20,000 രൂപയ്ക്ക് 25,000 രൂപ 5 കുറച്ചാലോ? കുറക്കണ്ട. 18 മോഡൽ 3,25,000. നമുക്ക് തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ടിൽ എടക്കാട് പോലീസ് സ്റ്റേഷന് നേരെ മുന്നിൽ ഓട്ടോ ബോർഡ്. പിന്നെ എല്ലാ വീഡിയോയിലും എല്ലാവരോടും പറയുന്ന ഒരൊറ്റ കാര്യമാണ്, 1,20,000 വണ്ടിയാണെങ്കിൽ 35,000 രൂപ വണ്ടിയാണെങ്കിൽ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും വണ്ടി കാണിക്കലിന്റെ ഉത്തരവാദിത്വം, വണ്ടി കൊടുക്കൽ അനസ്കാൻ ഉത്തരവാദിത്വം, വണ്ടി എടുക്കുന്നതിന് മുന്നേ പൂർണ്ണമായും ചെക്ക് ചെയ്യുന്ന നിങ്ങളെ ഉത്തരവാദിത്തമാണ്. നാളെ മറിച്ച് ഇന്ന പറഞ്ഞിട്ട് മനസ്കാനെ പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ വണ്ടി എടുക്കുന്ന മുന്നേ പൂർണ്ണമായും ചെക്ക് ചെയ്ത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് അടിയിൽ നമ്പർ കൊടുത്ത നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും പറയും. പ്രത്യേകം എന്തായാലും സ്പോട്ടിലേക്ക് നിങ്ങൾ പോരി. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. വാഗ്നർ എങ്ങനെ ഡീറ്റെയിൽസ് എടുത്തത്? 2013 മോഡലാണ്. 2013 മോഡൽ വാഗ്നർ 2,20,000 രൂപ കൊടുത്തേക്കാം. 2013 2,20,000 രൂപയ്ക്ക് മാക്സിമം ഓണർഷിപ്പ്. ഇത് സെക്കൻഡ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ ഡിസൈർ എങ്ങനെ ഡീറ്റെയിൽസ്? 2015 മോഡൽ ഡിസൈർ ആണ്. 83,000 കിലോമീറ്റർ പെട്രോൾ, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 3,20,000 രൂപ ഫുൾ ഓൺ. 2015 ഡിസൈർ 80,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് പെട്രോൾ. KUV 2,60,000 രൂപ. 2016 മോഡൽ K4 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഒന്നുമില്ല. 2,60,000 രൂപ. ഈ ഒരു ഈക്കോ 2019 മോഡൽ ഈക്കോ. 2021 മോഡൽ AC അല്ലേ വരുന്നത്? AC ഈക്കോ. 27,000 കിലോമീറ്റർ ഓടിയേക്കണ വണ്ടി. ഒന്നുമില്ല. 5 സീറ്റർ 7 സീറ്റർ? 5 സീറ്റർ AC. പ്രൈസ് ആണ് വരുന്നത്. അതെ, ഇത് 3,85,000 രൂപ. 3,85,000 കൊടുക്കുക. 2021 മോഡൽ. ഈ ഒരു ഈക്കോ 2011 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 70,000 കിലോമീറ്റർ ഓടി. 1,00,000 നോൺ AC. 1,40,000 രൂപയ്ക്ക്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 1,45,000 2011 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഈ ഈക്കോ 2020 മോഡൽ ഈക്കോ 40,000 കിലോമീറ്റർ AC 5 സീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. AC അല്ല വരുന്നത്. AC. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് 4 ലക്ഷം രൂപ കൊടുക്കുക. 4 ലക്ഷം രൂപ കൊടുക്കുക. അതെ. റിഡ്സ് ഡീസൽ പെട്രോളോ? ഇത് പെട്രോൾ 2013 മോഡൽ പെട്രോൾ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2,60,000 രൂപ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. ഓട്ടോ എത്ര വരുന്നത്? 1 ലക്ഷം കിലോമീറ്റർ. 260 അല്ലേ? 2013 ഡീസൽ. ഈ റിഡ്സോ 2013 മോഡൽ റിഡ്സ് ആണ്. 72,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. പെട്രോൾ അല്ലേ വരുന്നത്? പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ നമുക്ക് 3 രൂപ കൊടുത്തേക്കാം. 3 ലക്ഷം രൂപ കൊടുക്കാം. മാക്സിമം ലോൺ. ഈ ഒരു ആൾട്ടോ എണ്ണൂർ എങ്ങനെ? 2013 മോഡൽ ഓൾട്ടോ എണ്ണൂർ. 2013 ആൾട്ടോ 1,30,000 രൂപയ്ക്ക്. 2013? അതെ. ഓണർഷിപ്പ് ഈ ഓണർഷിപ്പ് ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1 ലക്ഷം. 1 ലക്ഷം കിലോമീറ്റർ. അതെ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള. ഈ ഫ്രണ്ടിന്റെ അവിടെ ചെറിയൊരു ഇത് മാത്രം, കുറ്റിയുടെ ഭാഗം ഒന്നുമില്ല. കുറ്റിയൊന്നുമില്ല. ഫ്രണ്ടിന്റെ ഈ സൈഡ് ഭാഗം മാത്രം. പക്ഷെ 1,30,000 രൂപ ഫുൾ ലോൺ. 1,30,000 ഫുൾ ലോൺ. 2013 മോഡൽ. ഈ ഒരു ആൾട്ടോ എണ്ണൂറോ? 2017 മോഡൽ ഓൾട്ടോ എണ്ണൂർ. 70,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഒന്നുമില്ല. 2,60,000 രൂപ കൊടുക്കും. 2017 ആൾട്ടോ എണ്ണൂർ. അതെ. 17 മോഡൽ 18 രജിസ്ട്രേഷൻ. ഈ ആൾട്ടോ എണ്ണൂർ 2016 മോഡൽ ഓൾട്ടോ കേട്ടനാണ്. 2016 കേട്ടനാണ് കേട്ടോ. ഓണർഷിപ്പ്
ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ 90,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് 2,40,000 ഓൾട്ടോ കേട്ടൻ 2016 ഓൾട്ടോ കേട്ടൻ ഫുൾ ഓണില്. അതെ. ഓക്കെ. ഇതോ അടുത്ത 2018 മോഡൽ ഓൾട്ടോ 800 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഉണ്ട്. എന്താണ് ഈ വണ്ടിയുടെ സൈഡോ ബോണ്ട് എന്തോ ഉണ്ട്. 2,30,000 18 മോഡൽ ഓൾട്ടോ 800 ഫുൾ ഓൺ ചെയ്തോ. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നത് ഇതോ ആൾട്ടോ 800 2021 മോഡൽ 53,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. എക്സ്ട്രാ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു. 3,40,000 3,40,000 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 50,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി ഫുൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതെ. ഓക്കെ. ഈ വാഗണർ ഏതാ മോഡൽ? 2014 മോഡൽ വാഗണർ. 2014 VXI ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. കിലോമീറ്ററോ? കിലോമീറ്റർ 80,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 2,75,000. 2,75 2014 വാഗണർ തരാൻ പോകുന്നത്. ഈ വാഗണർ ഏതാ മോഡൽ? 2018 മോഡൽ വാഗണർ LXI. 2018 വാഗണർ LXI 51,000 കിലോമീറ്റർ ഓടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഉണ്ട്. ഇതിനെന്തോ ബോണ്ട് എന്തോ ഉണ്ട്. ബോണ്ട് എന്തോ ഉണ്ട്. അതെ. 3,20,000 2018 മോഡൽ വാഗണർ. 2018 വാഗണർ 3,25,000. എത്ര ഓട്ടോ പറഞ്ഞത്? 3,20,000. 3,20 എത്ര? 51,000 കിലോമീറ്റർ. 51 ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ. ഈ വാഗണർ ഏതാ മോഡൽ? 2015 മോഡൽ. 2015 ഓണർഷിപ്പ്. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? 1,00,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? 3,00,000 രൂപ. ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2015 3,00,000. അതെ. ഓക്കെ. ഈ ആണോ? 2012 മോഡൽ. 2012 മോഡൽ മാഗ്ന പ്ലസ്. 51,000 കിലോമീറ്റർ ഓടിക്കണം. ഓക്കെ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 1,40,000 മാക്സിമം. 2012 മാഗ്ന പ്ലസ് 1,40,000. അതെ. ഓക്കെ. ഈ ഓണാണോ? 2012 മോഡൽ. 2012 ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് മാഗ്ന പ്ലസ്. ഓണർഷിപ്പ് ഓപ്ഷൻ വണ്ടി. ഓണർഷിപ്പ് ഇത് 81,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനലി ഇതും 1,40,000. 1,40,000 കൊടുക്കുക. ഇത് 2017 മോഡൽ ZXi പ്ലസ് 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 5,10,000. 5,10 കൊടുക്കുക. ഓക്കെ. ഈ സ്വിഫ്റ്റ് 2022 മോഡൽ സ്വിഫ്റ്റ് 44,000 കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടി പെട്രോൾ 6,00,000 രൂപ കൊടുക്കാം. പെട്രോൾ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 6,00,000 രൂപ. എത്ര ലോഡ് കയറും? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതെ. ഇനി നെക്സ്റ്റ് വരുന്ന സിയാസ് ഡീസൽ ആണോ പെട്രോൾ ആണോ? 17 സിയാസ് പെട്രോൾ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഹൈബ്രിഡ് ആണോ? ഹൈബ്രിഡ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനലി ഇത് നമുക്ക് 6,20,000 കൊടുക്കാം. 6,20 കൊടുക്കുക. അതെ. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന ടിയാഗോ ഏതാ മോഡൽ? 20 മോഡൽ 22 രജിസ്ട്രേഷൻ. 20 മോഡൽ 22 രജിസ്ട്രേഷൻ. 20,000 കിലോമീറ്റർ ഓടിക്കണം സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനലി 4,70,000 ഫുൾ ഓൺ. 4,70,000 ഫുൾ ഓൺ കൊടുക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന ഈ ബ്രസ 17 മോഡൽ ബ്രിസ. 2017 ബ്രസ. VDA ഓപ്ഷനിൽ 1,00,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഇല്ല. ഡീസൽ ആണ് വരുന്നത്. ഡീസൽ. ഓക്കെ. 5,90,000 കൊടുക്കാം. 5,90 കൊടുക്കുക. അതെ. ഓക്കെ. കൈഗർ ഏതാ മോഡൽ വരുന്നത്? 2021 മോഡൽ കൈഗർ. 2021 മോഡല്. അതെ. 38,000 കിലോമീറ്റർ ഓടിക്കണം. RXZ ടർബോ ഓട്ടോമാറ്റിക്. അതെ. മാനുവലി. ഒന്നും കൂടി ഡിമാൻഡ് കൂടുതലാണല്ലോ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനലി 5,95,000 ഫുൾ ഓൺ. 5,95 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കൈഗർ ഏതാ മോഡൽ? ഓട്ടോമാറ്റിക്. RXZ ഓട്ടോമാറ്റിക്. ഏതാ മോഡല്? 2022 മോഡൽ വെറും 10,000 കിലോമീറ്റർ ഓടിക്കണം. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? 6,40,000 കൊടുക്കാം. എത്ര ലോൺ കയറും? ഫുൾ ഓൺ ഓട്ടോമാറ്റിക് ആണ്. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കുക അല്ലേ? ഈ ഡാറ്റ്സന്റെ ഗോ അങ്ങനെ ഡീറ്റെയിൽസ്? 2014 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 70,000 കിലോമീറ്റർ ഓടിക്കണം. 1,30,000. 14 മോഡൽ 2014 ഡാറ്റ്സന്റെ ഗോ 1,30,000 സിംഗിൾ ഓണർഷിപ്പ്. ഈ ഡാറ്റ്സന്റെ ഗോ അത് 2014 മോഡൽ വെറും 30,000 കിലോമീറ്റർ ഓടിക്കണം. അത് ഡാറ്റ്സൻ ഗോ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 1,55,000 കൊടുത്തു. 1,55 കൊടുക്കുക. അതെ. ഓക്കെ. ഈ ഡാറ്റ്സൺ ഗോ പ്ലസോ 2014 മോഡൽ 70,000 കിലോമീറ്റർ തേർഡ് ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. 7 പോകണം. 1,45,000 രൂപ ഫുൾ. 1,45,000. 2014 മോഡൽ. 2014 ഏക്ക് പോകാൻ പറ്റുന്ന 7 സീറ്റർ 1,45,000. അതെ. ഓക്കെ. ഈ ഡാറ്റ്സൺ ഗോ പ്ലസോ ഇവിടെ ഉള്ളത്? അതും 2015 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. കിലോമീറ്ററോ? 84,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 1,90,000 ഫുൾ ഓൺ. 1,90 ഫുൾ ഓൺ ചെയ്തു. 15 മോഡൽ. ഓക്കെ. ഈ ഡാറ്റ്സൺ ഗോ അത് 2014 മോഡൽ. 2014 ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. കിലോമീറ്ററോ? 71,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 1,25,000 ഫുൾ ഓൺ. 1,25 ഫുൾ ഓൺ. അതേപോലെ തന്നെ ഇന്നലെ നല്ല മഴ പെയ്തോണ്ട് തന്നെ നല്ല കാറ്റും അടിച്ചിരിക്കുന്നു. വണ്ടിന്റെ മുകളിലൊക്കെ സാധനം 6 മണിക്ക് വീഡിയോ എടുക്കാൻ വന്നോണ്ട് തന്നെ
ഫുള്ള് നാശകോശമായി കിടക്കാണല്ലേ? അതെ. ഓക്കെ. ഈ റെഡിഗോ എങ്ങനെ ഡീറ്റെയിൽസ്? 2020 മോഡൽ റെഡിഗോ ഓട്ടോമാറ്റിക്. 2020 മോഡൽ റെഡിഗോ 25,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് ഉണ്ട്. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? 3,30,000 രൂപയ്ക്ക് ഫുൾ 3,30,000 2020 റെഡിഗോ ഓട്ടോമാറ്റിക്. ഈ സെലറി ഏതാ? 2017 മോഡൽ സെലേരിയോ 2017 ഓട്ടോമാറ്റിക് മാനുവൽ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 50,000. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനലി 3,80,000 രൂപ 3,80,000 കൊടുക്കുക. ഫുൾ ഓണില്. ഈ സെലറിയോ 2015 മോഡൽ സെലേരിയോ മാനുവൽ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ 70,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനലി 3,45,000 രൂപ കൊടുക്കുക. 3,45,000 കൊടുക്കുക. ഈ ഒരു ഇയാണോ 2012 മോഡൽ ഇയോണ് 2012 1,25,000 രൂപ 1,25,000 2012 ഏതാ ഓപ്ഷൻ പറയുന്നത്? ഇത് ഇറാ പ്ലസ് 2012 മോഡൽ 1,25,000. അടിപൊളി. ഇനി നെക്സ്റ്റ് വരുന്ന പൾസ് റിനോൾട്ടിന്റെ 2012 മോഡൽ പൾസ് ഡീസൽ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. കിലോമീറ്ററോ 1,00,000 കിലോമീറ്റർ ഏറ്റവും ടോപ്പ് ഉണ്ട്. RXZ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 2,10,000 രൂപ 2,10,000 കൊടുക്കുക. ഈ ഒരു മൈക്രേ പെട്രോൾ മൈക്ര 2012 മോഡൽ 2012 ഓണർഷിപ്പ് വണ്ടി കിലോമീറ്ററോ 1,00,000 റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഈ വണ്ടി നമുക്ക് 1,80,000 രൂപ കൊടുക്കാം. 1,80,000 കൊടുക്കുക. അതെ. ഓക്കെ. ഈ ഒരു മൈക്രോ ഏതാ മോഡൽ? ഓഫർ 2014 മോഡൽ ഓഫർ മൈക്ര ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി 1,00,000 കിലോമീറ്റർ ഡീസൽ വണ്ടി 2,50,000 രൂപ ഒന്നുമില്ല റീപ്ലേസ്മെന്റ്. 2014 മോഡൽ മൈക്ര 1,00,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് 2,50,000 രൂപയ്ക്ക് 2,00,000 രൂപ 2,50,000 രൂപയ്ക്ക് 2014 മൈക്ര. അതെ. ഓക്കെ. ഈ ഒരു ഫിഗോ 2017 മോഡൽ ഫോർഡ് ഫിഗോ 2017 മോഡൽ അല്ലേ? ഡീസൽ ആണ് 55,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 3,20,000 രൂപ 3,20,000 2017 ഫോർഡ് ഫിഗോ ഐറ്റം അല്ലേ വരുന്നത്? 2014 മോഡൽ ഗ്രാൻഡ് ഐറ്റൻ ഓട്ടോമാറ്റിക് 45,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. 45,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനലി 3,40,000 രൂപ 3,40,000 രൂപ. അതെ. ഈ ഒരു കിഡോ 2015 മോഡൽ 2016 മോഡൽ 64,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനലി 1,85,000 രൂപ കൊടുക്കുക. 1,80,000 കൊടുക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് വെർണാണോ? നെക്സ്റ്റ് വരുന്നത് 2014 മോഡൽ എക്സെന്റ് 2014 മോഡൽ ഡീസൽ ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ കിലോമീറ്റർ 1,00,000 റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 2,10,000 രൂപ 2,10,000. ആ ഒരു ഇയോണോ 2012 മോഡൽ ഇയോണ് 2012 ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ 89,000 റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 1,30,000 രൂപ ഓഫർ 1,30,000. ഈ ഒരു സാൻഡ്രോ 2009 മോഡൽ പുതിയ പേപ്പർ എടുത്ത സാൻഡ്രോ അതായത് 2029 വരെ പേപ്പർ ഉള്ളത് 1,30,000 രൂപ പുതിയ ടാക്സ് പുതിയ റിന്യൂവൽ 5 വർഷത്തെ പേപ്പറും റിന്യൂവലും ടാക്സും ഒക്കെ എടുത്ത വണ്ടി 1,30,000 അല്ലേ? 1,20,000 രൂപ 1,20,000 കൊടുക്കുക. അതെ. ഓക്കെ. ഇനി സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? 2011 മോഡൽ സ്വിഫ്റ്റ് 2011 മോഡൽ സ്വിഫ്റ്റ് VXI 97,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനലി 1,95,000 രൂപ 1,95,000 കൊടുക്കുക. ഓക്കെ. ഈ ഒരു ഐറ്റം 2012 മോഡൽ ഐറ്റം 2012 മോഡൽ ഓണർഷിപ്പ് 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 1,65,000 രൂപ കൊടുക്കുക. 1,65,000 കൊടുക്കുക. അതെ. ഓക്കെ. ഈ ഒരു ഐറ്റണോ 2012 മോഡൽ ഐറ്റം ഓട്ടോമാറ്റിക് 2012 ഓട്ടോമാറ്റിക് ഐറ്റം 55,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് നല്ല വണ്ടി റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 2,55,000 രൂപ കൊടുക്കുക. 2,50,000 കൊടുക്കുക. അതെ. ഈ ഒരു ഐറ്റണോ 2014 മോഡൽ 15 രജിസ്ട്രേഷൻ ഗ്രാൻഡ് ഐറ്റൻ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. 1,00,000 കിലോമീറ്റർ ഓടിപ്പോയി എന്നുള്ള കുറ്റം 1,00,000 കിലോമീറ്റർ 2,25,000 രൂപ 2,25,000 ലാസ്റ്റ് ഫുൾ ഓൺ കൊടുക്കുക. ഓക്കെ. ഈ കിഡ് നമ്മൾ വരുന്നത് ഇത് 2019 മോഡൽ 2019 RXT അല്ലേ വരുന്നത്? RXT 30,000 കിലോമീറ്റർ എല്ലാ ഫിറ്റിംഗ്സും അതെ. RXL 2019 മോഡൽ 2020 രജിസ്ട്രേഷൻ. ഒന്നുമില്ല. 30,000 കിലോമീറ്റർ ഓടിക്കണം. 3,20,000 രൂപ 3,20,000 മാക്സിമം ലോൺ. 2018 മോഡൽ ഓൾട്ടോ 800 VXI ആണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് 60,000 കിലോമീറ്റർ ഓടിക്കണം. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 2,65,000 രൂപ 2,85,000 രൂപ 2,85,000 കൊടുക്കുക. ഈ ഒരു കിഡ് 2019 മോഡൽ കിഡ് 2019 1 ലിറ്റർ 40,000 കിലോമീറ്റർ ഓടിക്കണം. RXT ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല. ലാസ്റ്റ് 2,80,000 രൂപ 1000 CC ആണ്. 2,80,000 രൂപ 1000 CC ആണ് വരുന്നത്. സെലറി 2014 മോഡൽ സെലേരിയോ ZXI മാനുവൽ ഓണർഷിപ്പ് ഉണ്ട്. മാനുവലി ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 2,60,000 രൂപ 2,60,000 കൊടുക്കുക. അതെ. ഈ ടിയാഗോ 2016 മോഡൽ ടിയാഗോ XZ 2,70,000 രൂപ സിംഗിൾ ഓണർഷിപ്പ് 90,000 കിലോമീറ്റർ ഓടിക്കണം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 2,70,000 രൂപ
ഫുൾ ഓൺ. ഓക്കെ ഈ ഒരു ഇയോണോ 2014 മോഡൽ ഇയോൺ മാഗ്ന പ്ലസ്. മാഗ്ന പ്ലസ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 50 ചില്ലറ. 60,000 ഒന്നുമില്ല. ലാസ്റ്റ് 1,50,000 രൂപ കൊടുക്കാം. 1,50,000 കൊടുക്കാം. അതെ. ഈ റിഡ്സോ 2011 മോഡൽ റിഡ്സ്. ഡീസലോ പെട്രോളോ? ഡീസൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. 1,00,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്വാളിറ്റി മെക്കാനിക്കൽ. കിലോമീറ്റർ ഓടിപ്പോയി 1 സംതിങ് ഓടി. 1,85,000 രൂപ കൊടുത്തു. അതെ. ഈ ടിയാഗോ ഇത് 2022 മോഡൽ ടിയാഗോ. ഏത് ഓപ്ഷൻ വരുന്നത്? എക്സെഡ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ. 16,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. പെട്രോൾ. ഒന്നുമില്ല. 5,40,000 രൂപ. 5,40,000 കൊടുക്കാം. മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. അതെ. ഓക്കെ ഈ ടിയാഗോ 2017 മോഡൽ ടിയാഗോ 60,000 കിലോമീറ്റർ ഓടിക്കുന്ന ഓട്ടോമാറ്റിക്. സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. ഒന്നുമില്ല. 3,50,000 രൂപ കൊടുത്തേക്ക് ഫുൾ ഓൺ. 3,00,000 രൂപയ്ക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. 3,50,000 രൂപ. ഓക്കെ നെക്സ്റ്റ് വോൾസാന്റെ പോളോ 2015 മോഡൽ വോക്സ് വാഗൺ പോളോ. ഡീസലോ പെട്രോളോ? പെട്രോൾ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് കംഫർട്ട് ലൈൻ. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനലി 3,20,000 രൂപയ്ക്ക് 3,20,000 കൊടുക്കാം. 2015 മോഡൽ. 2015 വോൾസാന്റെ പോളോ 3,20,000. അതെ. മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഈ i20യോ 2016 മോഡൽ i20. 2016 ഓണർഷിപ്പ്. 2016 17 മോഡൽ i20. 2017 i20 പെട്രോൾ. 75,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 4,80,000 രൂപയ്ക്ക് ഫുൾ ഓൺ. 4,80,000 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഈ സെലേരിയോ 2019 മോഡൽ സെലേരിയോ. 2019 ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 19,000. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 4,50,000 രൂപയ്ക്ക്. എത്ര ലോൺ കയറും? ഫുൾ ഓൺ. അല്ല മാനുവൽ ആണോ? മാനുവൽ ആണ് വരുന്നത്. ഓക്കെ ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? 2016 മോഡൽ സ്വിഫ്റ്റ്. 17 സ്വിഫ്റ്റ്. 2017 സ്വിഫ്റ്റ്. ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1,00,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് വിൻഷീൽഡ് ഗ്ലാസും പോയിട്ടുണ്ട്. ഉള്ളിലേക്ക് ഒന്നുമില്ല. 3,40,000 രൂപയ്ക്ക്. 2017 സ്വിഫ്റ്റ് 3,40,000 രൂപയ്ക്ക്. അതെ. ഈ ടിയാഗോ 2020 മോഡൽ ടിയാഗോ. 2020 മോഡൽ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 50,000. ഒന്നുമില്ല. ലാസ്റ്റ് 4,00,000 രൂപ കൊടുക്കാം. ഓക്കെ ഈ ഒരു എക്സ്പ്രസോ? ഓട്ടോമാറ്റിക് എക്സ്പ്രസോ. ഏതാ മോഡൽ വരുന്നത്? 2020 മോഡൽ. 2020 മോഡൽ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ ഓട്ടോമാറ്റിക്. 90,000 കിലോമീറ്റർ ഓടിപ്പോയി. ഒന്നുമില്ല. ലാസ്റ്റ് 4,40,000 രൂപ കൊടുക്കും. 20 മോഡൽ എക്സ്പ്രസോ ഓട്ടോമാറ്റിക്. 4,40,000 രൂപയ്ക്ക്. മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ. ഓക്കെ ഈ ഒരു എക്സ്പ്രസോ ഏതാ മോഡൽ? 20 മോഡൽ എക്സ്പ്രസോ. 2020 മോഡൽ. 50,000 കിലോമീറ്റർ ഓടിക്കണം. റീപ്ലേസ് എന്താണ്ടോ? ഒന്നുമില്ല. എത്ര ഓട്ടോ പ്ലസ് ആണ്. 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ ലാസ്റ്റ് 3,70,000 രൂപ കൊടുക്കും. 3,70,000 രൂപയ്ക്ക്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ഐറ്റം ആണ്. ഫോർച്യൂണർ ആണ് അല്ലേ? അതെ. ഏതാ മോഡല്? ഇത് 2015 മോഡൽ. 2 വീൽ ഓട്ടോമാറ്റിക് ആണോ? 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക് 2015 മോഡല്. ഓണർഷിപ്പ് പറയുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ ഞാൻ ചോദിക്കുന്നില്ല. കിലോമീറ്റർ ഇതിപ്പോ UP വണ്ടി നമുക്ക് കറക്റ്റ് പറയാനും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമ്പർ ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് കണ്ണൂരിലേക്ക്. 12,70,000 രൂപ കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് 12,70,000 രൂപ കൊടുക്കാം. ഒരു ഫോർച്യൂണർ അല്ലേ? അതെ. നല്ല വൃത്തിയിലാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഈ ബലോൺ ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 മോഡൽ ബലേനോ. 2017 മോഡൽ 60,000 കിലോമീറ്റർ ഓടിക്കണം. പെട്രോൾ. ഒന്നുമില്ല. ലാസ്റ്റ് 4,80,000 രൂപയ്ക്ക്. 17 മോഡൽ ബലേനോ. 17 മോഡൽ ബലോൺ 4,80,000 രൂപ. ഫുൾ ഓൺ ചെയ്ത് ഏതാ ഓപ്ഷൻ വരുന്നത്? അൽഫ. ഡെൽറ്റ. ഓക്കെ ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് നെക്സോൺ ഏതാ മോഡൽ? 19 മോഡൽ നെക്സോൺ. ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 80,000. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് 4,40,000 രൂപയ്ക്ക്. 4,40,000 കൊടുക്കാം. മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 2018 മോഡൽ ക്രെറ്റ. അല്ല ക്രെറ്റ മോഡൽ വരുന്നത്? SX 18 മോഡൽ ക്രെറ്റ. 18 മോഡല്. 1,00,000 കിലോമീറ്റർ ഓടി. ഡീസൽ ആണ് വരുന്നത്. ഡീസൽ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ്. 7,40,000 രൂപയ്ക്ക്. 7,40,000 രൂപയ്ക്ക്. എത്ര ലോൺ കയറും? മാക്സിമം 7,00,000 ലോൺ ഇട്ട് കൊടുക്കാം. 7,00,000 ഒരു 40,000 വണ്ടി പോലെ നടക്കാം. അതെ. ഡ്രൈവർ ഏതാ മോഡൽ? 2022 മോഡൽ ഡ്രൈവർ. 60,000 കിലോമീറ്റർ പെട്രോൾ. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഒന്നുമില്ല. ഒരു 7 സീറ്റർ വണ്ടി. അതെ. ലാസ്റ്റ് 4,60,000 രൂപ. 4,60,000 രൂപ. 2022 മോഡൽ. 2022 മോഡൽ ഡ്രൈവർ 4,60,000. ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് 2012 മോഡൽ ഡസ്റ്റർ. 2012 മോഡൽ ഡസ്റ്റർ. 2,85,000 രൂപയ്ക്ക്.
2012 285 ഡീസൽ ഡീസൽ 110 ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനലി 285. ഓക്കെ. ക്രിസ്റ്റ 2017 മോഡൽ ക്രിസ്റ്റ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ഏതാ? 1,20,000. സെഡ് ഓട്ടോമാറ്റിക്. സെഡ് ഓട്ടോമാറ്റിക് റീരജിസ്ട്രേഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 2017 അല്ലേ പറഞ്ഞത്? അതെ 17. ഓക്കെ. മിഡിൽ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ഇത് നമുക്ക് 16 ലക്ഷം രൂപ കൊടുക്കാം. 16 ലക്ഷം രൂപയ്ക്ക്. ഓക്കെ. ഈ സ്വിഫ്റ്റ് എങ്ങനെ ഡീറ്റെയിൽസ്? 2020 മോഡൽ സ്വിഫ്റ്റ് VXi സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ് ഇല്ല, പെട്രോൾ. ലാസ്റ്റ് ഫൈനൽ എത്ര? ഇത് നമുക്ക് 5,50,000 രൂപയ്ക്ക് ഫുൾ ഓൺ. 5,50 ഫുൾ ഓൺ ചെയ്തു. ഈ ഒരു സാൻഡ്രോ 2020 മോഡൽ സാൻഡ്രോ ഓട്ടോമാറ്റിക് സ്പോർട്സ് ഓട്ടോമാറ്റിക് 40,000 കിലോമീറ്റർ ഓടിക്കണം. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? 3,85,000 രൂപയ്ക്ക്. 3,85 ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. എത്തിയോസ് ലീവ് 2018 മോഡൽ 75,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. പെട്രോൾ. അതെ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 5,20,000 രൂപയ്ക്ക് മാക്സിമം. 5,20,000 മാക്സിമം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. അതെ. ഓക്കെ. ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ? 2018 മോഡൽ സ്വിഫ്റ്റ് 55,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അടിപൊളി വണ്ടി. 5,30,000 രൂപയ്ക്ക് പെട്രോൾ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. 2012 5,30 മാക്സിമം 5,30,000 രൂപയ്ക്ക് 50,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി. അതെ. മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ. ഓക്കെ. ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ? 2018 മോഡൽ 70,000 കിലോമീറ്റർ ഓടിക്കുന്ന ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ്. 18 ഓട്ടോമാറ്റിക്. അതെ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. പെട്രോൾ. 5,95,000 രൂപയ്ക്ക്. 5,95 മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ. ഓക്കെ. ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ? 2018 മോഡൽ സ്വിഫ്റ്റ് VXi ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ 80,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. 5,25,000 രൂപയ്ക്ക്. 5,25. അതെ. ഓക്കെ. ഈ ബലോൺ ഏതാ മോഡൽ? 2017 മോഡൽ ബലേനോ 1,00,000 കിലോമീറ്റർ ഓടിയേക്കണ ആൽഫ. ഡീസൽ ആണ്. ഡീസൽ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നും. 2012 പറഞ്ഞത്. 18 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 4,85,000 രൂപ. 4,85 2018. 17 മോഡൽ. ഓക്കെ. ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? 2021 മോഡൽ സ്വിഫ്റ്റ്. 2021 മോഡൽ. അതെ. ഡീസൽ പെട്രോൾ. പെട്രോൾ VXi സിംഗിൾ ഓണർഷിപ്പ് 90,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. 5,60,000 രൂപയ്ക്ക് ഫുൾ ഓൺ. 5,60,000 ഫുൾ ഓൺ. 5,60,000 രൂപയ്ക്ക് 21 മോഡൽ സ്വിഫ്റ്റ്. 2021 മോഡൽ സ്വിഫ്റ്റ് 5,65 അത് ഫുൾ ഓണിൽ. ഓക്കെ. ഗ്ലാൻസ് 23 മോഡൽ ഗ്ലാൻസ് 19,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് പെട്രോൾ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 8,40,000 രൂപ. 8,45 മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. അതെ. ഓക്കെ. ഈ ടിയാഗോ നമ്മൾ 2019 മോഡൽ ടിയാഗോ XZ സെക്കൻഡ് ഓണർഷിപ്പ് 40,000 കിലോമീറ്റർ ഓടിക്കണം. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് 3,70,000 രൂപയ്ക്ക് ഫുൾ ഓൺ. 3,70,000 രൂപയ്ക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ക്രെറ്റ 2016 മോഡൽ ക്രെറ്റ 84,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. പെട്രോൾ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 5,80,000 രൂപ കൊടുക്കാം. 5,80,000 മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ. ഓക്കെ. ഈ വെന്യൂ 2021 മോഡൽ വെന്യൂ. 21 പെട്രോൾ. 2021 മോഡൽ വെന്യൂ പെട്രോൾ 58,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 6,40,000 രൂപയ്ക്ക് ഫുൾ ഓൺ. 6,45 ഫുൾ ഓൺ. മോഡൽ. ഈ നെക്സോണോ? 2022 മോഡൽ നെക്സോൺ 20,000 കിലോമീറ്റർ. XM ആണോ? XM. 22 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ലാസ്റ്റ് ഫൈനൽ 7,85,000 രൂപ ഫുൾ ഓൺ. 85 ഫുൾ ഓൺ. അതെ. ഓക്കെ. ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ? 2021 മോഡൽ സ്വിഫ്റ്റ്. 2021 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 6 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപ മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ടിയാഗോ 2022 മോഡൽ 26,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ടിയാഗോ. 2022 26,000 കിലോമീറ്റർ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് XT ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ. ലാസ്റ്റ് ഫൈനൽ 4,50,000 രൂപ കൊടുക്കാം. 4,50,000 മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഐറ്റൻറ്റിയോ? 450 അല്ല 550. സോറി 550 അല്ല 450 ആണ് പൊളിക്കുക നമ്മള്. അതെ. ഓക്കെ. ഈ ഐറ്റൻറ്റി ഏതാ മോഡൽ വരുന്നത്? 2017 മോഡൽ ആസ്റ്റ 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് 5,05,000 രൂപ കൊടുക്കാം. 5,05,000 രൂപയ്ക്ക് മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഗ്ലാൻസ് 2021 മോഡൽ ഗ്ലാൻസ് 52,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പെട്രോൾ. അതെ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 7,25,000 രൂപ കൊടുക്കാം. 7,25,000 രൂപയ്ക്ക് അതെ മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ. ഓക്കെ. ഈ ഒരു അമേസ് ഏതാ മോഡൽ? 2022 മോഡൽ അമേസ് 25,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 7,40,000 രൂപ കൊടുക്കാം. 7,40,000 രൂപയ്ക്ക് പെട്രോൾ ആണ് വരുന്നത്. 22 മോഡൽ. 22 മോഡൽ. അതെ. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ കിഡ് വരുന്നുണ്ട്. 2018 മോഡൽ. 2018 മോഡൽ. അതെ. ഓൺഷിപ്പ് 2018 അല്ല കുറക്കണം. 2019 മോഡൽ 20 രജിസ്ട്രേഷൻ. 2019 രജിസ്ട്രേഷൻ അല്ല 2019 മോഡൽ 2020 രജിസ്ട്രേഷൻ. RXC 1000 cc.
റീപ്ലേസ് എന്താണോ ഒന്നുമില്ല, ലാസ്റ്റ് ഫൈനൽ 2,80,000 2,80,000 കൊടുക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഒരു ടിയാഗോ 2020 മോഡൽ ടിയാഗോ 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസ് എന്താണോ ഒന്നുമില്ല, എക്സെഡ് പ്ലസ് ലാസ്റ്റ് 4,60,000 ഫുൾ ഓൺ. 4,65,000 ഫുൾ 60,000 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ? 2018 മോഡൽ സ്വിഫ്റ്റ് ZXi പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. കിലോമീറ്ററോ 80,000. റീപ്ലേസ് എന്താണോ ഒന്നുമില്ല, ലാസ്റ്റ് ഫൈനലി 5,70,000 5,75,000. അതെ, ഓക്കെ, മാക്സിമം ഓൺ ചെയ്ത് കൊടുത്തൂടെ ഫുൾ ഓൺ. ഓക്കെ, ഈ സ്വിഫ്റ്റോ 20 മോഡൽ 38,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. വെറും 38,000 കിലോമീറ്റർ 2020 മോഡൽ. അതെ, സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് എന്താണോ ഒന്നുമില്ല, ലാസ്റ്റ് ഫൈനലി 5,20,000. 5,25,000 കൊടുക്കുക. ഓക്കെ, ഈ വരണതാ മോഡൽ വരുന്നത് 2017 മോഡൽ വരണ 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസ് എന്താണോ ഒന്നുമില്ല, ലാസ്റ്റ് ഫൈനലി 6,50,000 കൊടുക്കുക. 6,50,000 മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കുക. മാക്സിമം ലോൺ. ഈ വാഗ്നറോ 2021 മോഡൽ 1.2 1.2 മോഡൽ 40,000 കിലോമീറ്റർ ഓടിക്കണം. റീപ്ലേസ് എന്താണോ ഒന്നുമില്ല, ലാസ്റ്റ് ഫൈനലി 5,20,000 കൊടുക്കുക. 5,20,000. അതെ, അതേപോലെ തന്നെ വരണം ഒന്നും കൂടി വരുന്നുണ്ട്. ഡീസൽ വരണം 16 മോഡൽ 87,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ് എന്താണോ ഒന്നുമില്ല, 5 ലക്ഷം രൂപ കൊടുക്കുക. 5 ലക്ഷം രൂപ 5 ലക്ഷം 2016 ഡീസൽ 5 ലക്ഷം രൂപ. ഓക്കെ, യാരിസ് വരുന്നുണ്ട് 2018 മോഡൽ യാരിസ് 48,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ് എന്താണോ 6 ലക്ഷം രൂപ കൊടുക്കുക. 6 ലക്ഷം രൂപ 6.5 മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കുക. ഫുൾ ഓൺ. മാക്സിമം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതെ, ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന ഈ ഒരു 17 മോഡൽ സെലേരിയോ മാനുവൽ. അതെ, ഏതാ മോഡൽ? 17,000 കിലോമീറ്റർ 2018 മോഡൽ. 2018 മോഡൽ. അതെ, ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസ് എന്താണോ ഒന്നുമില്ല, ലാസ്റ്റ് ഫൈനലി 3,85,000. 3,85,000 ഫൈനൽ ആയിട്ട് കൊടുക്കുക. അതെ, ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഹോണ്ട സിറ്റി. ഏതാ മോഡൽ? 2015 മോഡൽ. 2015 മോഡൽ. ഡീസലോ പെട്രോളോ? ഡീസൽ. ഓണർഷിപ്പ് 90,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസ് എന്താണോ ഒന്നുമില്ല, ലാസ്റ്റ് ഫൈനലി 5,40,000 കൊടുക്കുക. 5,40,000 കൊടുക്കുക. അതെ, ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ക്ലൈംബർ. 2021 മോഡൽ ക്ലൈംബർ. 2021 മോഡൽ ക്ലൈംബർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. കിലോമീറ്ററോ? കിലോമീറ്റർ 38,000. റീപ്ലേസ് എന്താണോ ഒന്നുമില്ല, ലാസ്റ്റ് ഫൈനലി 3,70,000 കൊടുക്കുക. 3,70,000 മാക്സിമം ഓൺ ചെയ്തു. മാക്സിമം ലോൺ. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഈ കിഡ് 2017 മോഡൽ കിഡ്. 2017 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഇതും ക്ലൈംബർ ക്ലൈംബർ ഓട്ടോമാറ്റിക് 18,000 കിലോമീറ്റർ. 18,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ ഒന്നുമില്ല, ലാസ്റ്റ് ഫൈനലി 2,95,000 കൊടുക്കുക. 2,95,000 ഓട്ടോമാറ്റിക് ആണ്. മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കുക. അതെ, ഓക്കെ. ഈ ഒരു ആൾട്ടോ 2020 മോഡൽ ഓൾട്ടോ 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസ് എന്താണോ ഒന്നുമില്ല, ലാസ്റ്റ് ഫൈനലി 2,95,000 കൊടുക്കുക. 2,95,000 മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കുക. അതെ, ഓക്കെ. ഞാൻ അതേപോലെ തന്നെ സ്വിഫ്റ്റ് ഏതാ മോഡൽ? 2017 മോഡൽ സ്വിഫ്റ്റ് വീഡി 1 ലക്ഷം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല, ലാസ്റ്റ് ഫൈനൽ എത്ര? 4,85,000 കൊടുക്കുക. 4,85,000 കൊടുക്കുക. അതെ, അതേപോലെ തന്നെ എർട്ടിക അല്ലല്ലോ എർട്ടിക 2023 മോഡൽ. 2023 മോഡൽ 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല, ലാസ്റ്റ് ഫൈനൽ എത്ര? 11 ലക്ഷം രൂപ കൊടുക്കുക. 11 ലക്ഷം രൂപയ്ക്ക് എത്ര ലോൺ കയറും? ഇതൊക്കെ ഫുൾ ലോൺ ഇട്ടും. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വന്ന് ഫ്രീ സ്റ്റൈൽ 2019 മോഡൽ ഫ്രീ സ്റ്റൈൽ 34,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല, ലാസ്റ്റ് ഫൈനൽ എത്ര? 4,85,000 കൊടുക്കുക. 4,85,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക. അതെ, കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് ആണ് 21 മോഡൽ നെക്സോൺ ഓട്ടോമാറ്റിക് പ്ലസ് മോഡൽ നെക്സോൺ ഓട്ടോമാറ്റിക്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ, റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല, ലാസ്റ്റ് ഫൈനൽ എത്ര? 30,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 8,40,000. 8,40,000. അതെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഫ്രോൺസി 2023 മോഡൽ 18,000 കിലോമീറ്റർ ഓടിക്കണം. സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ അല്ലേ വരുന്നത്? ഡെൽറ്റ പ്ലസ്. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല, ലാസ്റ്റ് ഫൈനൽ എത്ര? 8,70,000 കൊടുക്കുക. 8,70,000 മാക്സിമം ലോൺ ചെയ്തു. മാക്സിമം ലോൺ. ഓക്കെ. ഇനി ബലോൺ അല്ലത് 2017 മോഡൽ ബലേനോ ആൽഫ. 2017 ബലോന ആൽഫ പെട്രോൾ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. കിലോമീറ്ററോ? 70,000. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല, ലാസ്റ്റ് 5,85,000. ഓക്കെ. അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത് 2018 മോഡൽ റെഡിഗോ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 50,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല, ലാസ്റ്റ് ഫൈനൽ എത്ര? 2,70,000 കൊടുത്തേക്കാം. 2,75,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ഓക്കെ. ഈ ഒരു 14 മോഡൽ കിഡ് 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല, ലാസ്റ്റ് ഫൈനൽ 1,80,000 കൊടുക്കാം. 1,80,000 കൊടുക്കാം. അതെ, ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ നാനോ വരുന്നുണ്ട്. 17 മോഡൽ നാനോ എക്സി ഫുൾ ഓപ്ഷൻ വണ്ടി. 17 മോഡൽ നാനോ എക്സി ഫുൾ ഓപ്ഷൻ മാനുവലി 1,20,000 കൊടുക്കാം. 1,20,000 2017 ഫുൾ ഓപ്ഷൻ നാനോ കൊടുക്കാം. 59,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. ഈ ഒരു ഐറ്റനോ? 2013 മോഡൽ ആയിട്ട് 61,000 കിലോമീറ്റർ ഓടി 2,70,000 കൊടുക്കാം. റീപ്ലേസ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, സിംഗിൾ ഓണർഷിപ്പ്. അതെ, ലാസ്റ്റ് 2,70,000. 2,70,000. ഈ കിട്ടോ? 18 മോഡൽ ഓട്ടോമാറ്റിക് ഉണ്ട്. ഓട്ടോമാറ്റിക് കിലോമീറ്റർ ഓടിക്കണം.
80,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് 2,80,000 രൂപ 2,80,000 കൊടുക്കാം. ഓക്കെ, ഈ കിട്ടോ 2015 മോഡൽ കിഡ് 1.5 ലക്ഷം രൂപ ഫുൾ ഓൺ. 2015 1.5 ലക്ഷം രൂപ. അതെ, ഫുൾ ഓൺ. 2015 1.5 ചോദിക്കുന്നത് 1.5 ലക്ഷം രൂപ ഫുൾ ഓൺ. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ഏതാ പോണോ? നമ്മൾ ഇന്നോവയിലേക്ക് പോയാലോ? പോവാ. ഈ ഒരു ഇന്നോവ എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2012 മോഡൽ ഇന്നോവ 2 ലക്ഷം കിലോമീറ്റർ ഓടി. ഇപ്പൊ നമ്പർ ആക്കാൻ വേണ്ടി കണ്ണൂരിൽ നമ്പർ ആക്കുന്നുണ്ട്. 5,50,000 രൂപ കൊടുക്കാം. 2012 പറഞ്ഞേ. 2012 മോഡൽ ഇന്നോവ നമ്പർ ആക്കാൻ വേണ്ടി കൊടുത്തത്. G4 അല്ലേ വരുന്നത്? G4 ഇന്നോവ. ഒന്നുമില്ല. ഓക്കെ, ഇത് 5,50,000 രൂപ പേപ്പർ എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇന്നോവ ഇത് 2014 മോഡൽ ഇന്നോവ. ഓപ്ഷൻ വരുന്നത് ഇത് വി. ഓണർഷിപ്പ് ഈ ഓണർഷിപ്പ് ഇത് നോക്കിയതും വേണ്ട, 4 ഓണർഷിപ്പ്. കിലോമീറ്റർ ഞാൻ എന്താ ചോദിക്കില്ല. ലാസ്റ്റ് നമുക്ക് 7,40,000 രൂപയ്ക്ക് 2014 മോഡൽ. അതെ, ഓക്കെ. ഈ ഒരു ഇന്നോവ 2015 മോഡൽ ഇന്നോവ. 2015 ഏതാ ഓപ്ഷൻ വരുന്നത്? ഇതും വി തന്നെ. വിയാ? ഓക്കെ, റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് വരുന്നത് 7,90,000 രൂപയ്ക്ക് കൊടുക്കാം. 90 കൊടുക്കാം. അതെ. ഓക്കെ, ഈ വാഗണറോ? 11 മോഡൽ വാഗണർ. 2011 മോഡൽ വാഗണർ. അതെ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1 ലക്ഷം കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? ഇല്ല, ഒരു കുഴപ്പമില്ലാത്ത വണ്ടി. ഓക്കെ, ലാസ്റ്റ് 1,60,50,000 രൂപ. 1,60,50,000 രൂപയ്ക്ക്. ഓക്കെ, ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ? 2018 മോഡൽ സ്വിഫ്റ്റ് ZXi. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ്. റീപ്ലേസ് ഓട്ടോമാറ്റിക്. ലാസ്റ്റ് 6,40,000 രൂപ. 6,40 കൊടുക്കാം. ഈ ഒരു ആൾട്ടോ 14 മോഡൽ ഓൾട്ടോ 800 1,85,000 രൂപ. 14 മോഡൽ ഓൾട്ടോ 800 സിംഗിൾ ഓണർഷിപ്പ് 30,000 കിലോമീറ്റർ ഓടിക്കണം. കിലോമീറ്റർ ഒന്നുമില്ല. ലാസ്റ്റ് 1,85. ഓക്കെ, ഈ സ്വിഫ്റ്റ് ഏതാ? ഡീസൽ പെട്രോളോ? പെട്രോൾ. 2013 മോഡൽ 1 ലക്ഷം കിലോമീറ്റർ ഓടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. ZXi ഒന്നുമില്ല. ലാസ്റ്റ് 3,30,000 രൂപ. 3,30 കൊടുക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു ഐറ്റം എങ്ങനെ ഡീറ്റെയിൽസ് വന്നത്? അത് 2014 മോഡൽ ആയിട്ട്. 2014 ആയിട്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഞാൻ റേറ്റ് നല്ലോണം കുറഞ്ഞാ പറഞ്ഞു. 2014 മോഡൽ ആൾട്ടെ മാഗ്ന. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 50,000. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 2,95,000 രൂപ കൊടുക്കാം. 2,95 കൊടുക്കാം. ഈ ഒരു ആൾട്ടെ നമ്മൾ 2011 മോഡൽ ആൾട്ടോ LXi 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. എത്ര വയ്ക്കുന്നത്? 1,20,000 രൂപ കൊടുക്കാം. 1,20,000 2013. ഓക്കെ, ഈ ഒരു ആൾട്ടോ 2010 മോഡൽ ഓൾട്ടോ കേട്ടൻ 80,000 രൂപയ്ക്ക് ഓഫർ പ്രൈസ്. 2010 മോഡല് ഓൾട്ടോ കേട്ടൻ 80,000 രൂപയ്ക്ക്. അതെ. ഓക്കെ, ഈ ഒരു കേട്ടൻ 2010 മോഡൽ ഓൾട്ടോ കേട്ടൻ 85,000 രൂപയ്ക്ക്. 85,000 രൂപയ്ക്ക്. 2010 മോഡൽ അല്ലേ? അതെ. ഓക്കെ, 85,000 രൂപയ്ക്ക്. ഈ ഒരു ആൾട്ടോ നമ്മൾ 2009 മോഡൽ ഓൾട്ടോ LXi പേപ്പർ എടുത്തത് 1,10,000 രൂപയ്ക്ക്. പുതിയ പേപ്പർ 5 വർഷത്തെ പേപ്പർ എടുത്തിട്ട് 1,10. അതെ. ഓക്കെ, ഈ ഒരു ആൾട്ടോ 2010 മോഡൽ ഓൾട്ടോ LXi പുതിയ പേപ്പർ എടുക്കാം. 1,15,000 രൂപ. 1,15,000 രൂപ പുതിയ പേപ്പർ എടുത്ത്. 2010 പുതിയ പേപ്പർ എടുത്ത് 1,15. അതെ. ഓക്കെ, ഈ സെൻ ഏതാ മോഡൽ വരുന്നത്? 35,000 രൂപയ്ക്ക് സെൻ. ഏതാ മോഡല്? ഇത് 2000 മോഡൽ. 2000 മോഡൽ കിലോമീറ്റർ. 2000 മോഡൽ സെൻ 35,000 രൂപയ്ക്ക്. അതെ. ഓക്കെ, ഈ ഒരു ഐറ്റം ഏതാ മോഡൽ? 2003 മോഡൽ ഐറ്റം ഉണ്ട്. 30,000 രൂപ കൊടുക്കാം. 30,000 രൂപയ്ക്ക്. 2003 മോഡൽ 30,000 രൂപയ്ക്ക്. ഓക്കെ, ഇനി ഇതോ? നമ്മുടെ വണ്ടിയല്ല. പൂണ്ടോ ഏതാ മോഡൽ വരുന്നത്? 2013 മോഡൽ പൂണ്ടോ. എത്ര ഡീസൽ വണ്ടി വെറും 85,000 രൂപ. 85,000 രൂപയ്ക്ക് 2013 മോഡൽ പൂണ്ടോ. അതെ. ഓക്കെ, സത്യം പറഞ്ഞാൽ 158 വണ്ടി ഒന്നല്ല ഇവിടെ ഉള്ളത്. കൂടുതലൊരു വണ്ടിയുണ്ട്. എന്നും ഇല്ലാത്ത ടയർഡൊന്നും എനിക്കുണ്ട്. നോമ്പ് പിടിച്ചിട്ടാണോന്ന് അറിയില്ല, വെയിലുണ്ട് ചൂടുകൊണ്ടാണെന്നും അറിയില്ല. നമ്മളെ കറക്റ്റ് സ്പോട്ട് ഇവിടെ ഇത് നമുക്ക് തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ടിൽ എടക്കാട് പോലീസ് സ്റ്റേഷന് നേരെ മുമ്പിൽ. കാരണം ഈ പ്രാവശ്യം റംസാന്റെ സ്പെഷ്യൽ ഓഫറായിട്ട് മാക്സിമം റേറ്റ് ഒക്കെ കുറച്ചിട്ടാണ് കൊടുത്തത്. അപ്പോൾ എന്തായാലും അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണ്ട. ഇൻട്രോ നമുക്ക് ഫ്രണ്ടിന്.